ജനം ടി വി ഗ്ലോബൽ എക്സലൻസ് അവാർഡ് 2024 ഭാഗമായി ഡൽഹിയിൽ മീറ്റ് ആൻഡ് ഗ്രീറ്റ്സിൽ നിന്ന് തത്സമയം ലക്ഷക്കണക്കിന് ഡോളർ അവർക്ക് ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അവരുടെ അക്കൗണ്ടിലേക്ക്. നമ്മളന്ന് നമ്മുടെ കർഷകർക്ക് കൊടുക്കുന്നത് 15 രൂപയാണ് നമ്മുടെ സബ്സിഡി. അപ്പോൾ അടൽജി പറഞ്ഞു ഞങ്ങൾ സബ്സിഡി കൊടുക്കും. അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകലും. അന്ന് അടൽജി പറഞ്ഞത് അകന്നോളൂ, പക്ഷേ ഞങ്ങളുടെ മാർക്കറ്റ് നിങ്ങളെ കയറ്റിയില്ലെന്ന് പറഞ്ഞു. അപ്പോൾ സബ്സിഡി ശരിയായി, സബ്സിഡിക്ക് അവർ തയ്യാറായി. അതുകൊണ്ടാണ് ഈ 2000 രൂപയൊക്കെ പോക്കറ്റിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ശരിയും തെറ്റും തീരുമാനിക്കുന്നത് മാർക്കറ്റാണ്. ഇപ്പം നമ്മൾ ഏറ്റവും വലിയ മാർക്കറ്റായി മാറിയിരിക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മാർക്കറ്റായിട്ട് ഇന്ത്യ മാറിയിരിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അന്താരാഷ്ട്ര തലത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ യാതൊരു പാടുമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇപ്പോൾ റഷ്യയായിട്ട് കൂടുതലടുത്ത അവസരത്തിൽ എല്ലാവരും പറഞ്ഞു അത് ഇന്ത്യൻ എക്കണോമിയെ ബാധിക്കും. ഒന്നും ബാധിച്ചില്ല. കാരണം നമ്മുടെ മാർക്കറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് ഈ 2 ഈ മാർക്കറ്റും മീഡിയയും. ഈ നമ്മുടെ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മീഡിയ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതെങ്ങനെയാണ് ജനങ്ങളെ അറിയിക്കുന്നത്? മാർക്കറ്റിലേക്ക് ജനങ്ങൾ വരണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ പ്രോഡക്റ്റിലേക്ക് ജനങ്ങൾ, ഇപ്പോൾ പറഞ്ഞില്ലേ, ഇവിടെ പറഞ്ഞല്ലോ, ഇത് നമ്മുടെ TV തുറന്നു കഴിയുമ്പോഴേ രാവിലെ കേൾക്കുന്ന നന്ദിലത്തിൻ്റെ അല്ലേ ആണെന്ന് പറഞ്ഞത്. അതാണ് അതിൻ്റെ ഒരു കണക്ഷൻ. അപ്പോൾ നമ്മളിലേക്ക് എത്തുന്നത് മീഡിയയിലൂടെയാണ്. മീഡിയയാണ് അതിൻ്റെ ഈ എക്കണോമിയുടെ ലാസ്റ്റ് ഈ ജനങ്ങളിലേക്കുള്ള മാധ്യമം എന്ന് പറയുന്നത് അതുതന്നെയാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഈ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ മാധ്യമങ്ങളെ, അതുപോലെ തന്നെ മാധ്യമങ്ങൾ ഈ മാർക്കറ്റിനെ ഒരു പരസ്പര പൂരകമായിട്ട് കാണുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നമുക്ക് ഉള്ളത്. പക്ഷേ മീഡിയയുടെ മാർക്കറ്റിങ്ങിൽ മുമ്പേ പറഞ്ഞതുപോലെ അവരുടെ റേറ്റ് കൂട്ടണമെങ്കിൽ, അവരുടെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ അവരുടെ റേറ്റിംഗ് ആണല്ലോ. റേറ്റ് കൂട്ടണമെങ്കിൽ ആരെ പറ്റിയെങ്കിലും നല്ലത് കൂടുതൽ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ? എന്നെപ്പറ്റി കേൾക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷേ വേറെ ആളിനെ പറ്റി നിരന്തരമായിട്ട് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി അത് ചോദിക്കാറുണ്ട് അവരോട്. സാധാരണ ഞങ്ങൾ രാഷ്ട്രീയക്കാർ സംസാരിക്കുന്ന അവസരത്തിൽ അവർ പറയും, സുഹൃത്തെ അത് റേറ്റിംഗ് കൂടിയല്ല എന്ന് പറയും. അതുപോലെ ചിലപ്പോൾ ഈ ചർച്ചയൊക്കെ നടക്കുന്ന അവസരത്തിൽ ആങ്കർ ഇരുന്നിട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൂടാവും. ഒരു കാര്യമില്ലാതെ ഭയങ്കര ബഹളം, അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തയും തരും. അപ്പോൾ അയാൾ ഈ ഫോണിൽ നോക്കുന്ന കാണാം. അവരുടെ ആ ഫേസ്ബുക്ക് ഉണ്ടല്ലോ, ഫേസ്ബുക്കിൽ എത്രയായിട്ടുണ്ട് എന്നാണ് നോക്കുന്നത്. അതൊരു 5000 താഴെയാണ് ഇവൻ പെട്ടെന്ന് ചൂടാവും. ആരെങ്കിലും ഒരു പാനലിസ്റ്റിനോട് ചൂടായിട്ട് ബഹളം വെക്കും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാകും, ഭയങ്കരമാകും. അത് കഴിഞ്ഞ് അവരോട് വിളിച്ചിട്ട് എന്തിനാണ് ഒരു ആവശ്യമില്ലാതെ ഞങ്ങൾ ചൂടായത് എന്ന് ചോദിക്കുമ്പം പറയും അത് റേറ്റിംഗ് വളരെ കുറവായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് പോലെ അവരുടെ മാർക്കറ്റിങ്ങിനാണ് അവർ നെഗറ്റീവ് ഇതെടുക്കുന്നത്. അപ്പോൾ അവരുടെ റേറ്റിംഗ് കൂടിയാൽ അവിടെ പരസ്യം കൊടുത്താൽ മാർക്കറ്റിന് ഗുണം കിട്ടുകയുള്ളൂ. ഇതിൻ്റെ കണക്ഷൻ മനസ്സിലായില്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ പറഞ്ഞില്ലേ സിനിമയുടെ, ഇത് നേരെ തിരിക്കും. May I welcome Shri L. Murugan, Honorable Minister of State for Information and Broadcasting and Parliamentary Affairs, Government of India. Chairman Shri Priyadarshan is bestowing the memento and shawl to Shri L. Murugan.